നിങ്ങൾ ഈ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യം എത്ര തവണ ഞാൻ തന്നെ ചർച്ചയിൽ 4ാമത്തെ തവണ പറയേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പക്ഷെ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നത് വളരെ മോശമാണ്. പിന്നെ കേരള സർക്കാർ ഏതൊക്കെയോ പൈസ മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് അങ്ങ് പറയുന്നുണ്ട്. കേരള സർക്കാർ ഏറ്റവും കൂടുതൽ പൈസ മാറ്റി വെച്ചിരിക്കുന്നത് അതിന്റെ ഒരു റേറ്റ് ഓഫ് മാറ്റി വെക്കൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 റീൽസ് ഇടാൻ 39 ലക്ഷം രൂപ മാറ്റി വെച്ച് കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ മരുമോൻ മന്ത്രിക്ക് വേണ്ടിയിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ തുക കേരളത്തിൽ മാറ്റി വെച്ച് കൊടുത്തിരിക്കുന്നതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള യാഥാർത്ഥ്യം. ഇന്ന് സ്കൂളിൽ വിഭവസമർത്ഥമായി എല്ലാ കാര്യങ്ങളും, യൂണിഫോം ഫ്രീ, പാഠപുസ്തകം ഫ്രീ, യൂണിഫോം തയ്ക്കുന്നതിന് തുക ഫ്രീ, വിദ്യാഭ്യാസ സിലബസ് പരിഷ്കരണം, അങ്ങനെ മുഴുവൻ കുട്ടികൾക്കും സ്കൂൾ ഹൈടെക്കായി 50,000 ക്ലാസ് മുറികൾ മാറ്റിയത് പിണറായിസമാണെങ്കിൽ ആ പിണറായിസം ഈ കേരളത്തിലുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലകളുടെ ലിസ്റ്റ് വരുമ്പോൾ കേരളത്തിൽ 4 സർവകലാശാല, 100 കോളേജുകളുടെ ലിസ്റ്റ് വരുമ്പോൾ ഭൂരിഭാഗം കോളേജുകൾ കേരളത്തിൽ, അതുപോലെ ഏറ്റവും മികച്ച ഗവൺമെന്റ് കോളേജുകൾ വരുമ്പോൾ 2ാം സ്ഥാനം കേരളത്തിൽ. അങ്ങനെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബായി കേരളം മാറുന്നത് പിണറായിസമാണെങ്കിൽ ആ പിണറായിസം ഈ കേരളത്തിലുണ്ട്. അതുപോലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ നിങ്ങൾ ഭരിക്കുമ്പോൾ 28ാം സ്ഥാനം, കഴിഞ്ഞ 2.5 വർഷം മുമ്പ് വരെ 28ാം സ്ഥാനം. ആ 28ാം സ്ഥാനം 15ൽ നിന്ന് പിന്നെ 1ലേക്ക്. വേൾഡ് ട്രേഡ് സെന്റർ പോലും കേരളത്തിൽ നിക്ഷേപം ഇറക്കാൻ കാത്തു നിൽക്കുന്ന നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറുന്നത് പിണറായിസമാണെങ്കിൽ ആ പിണറായിസം കേരളത്തിലുണ്ട്. ശ്രീ യുവരാജ് ഗോകുൽ, ഈ തെരഞ്ഞെടുപ്പ് തന്നെ അനാവശ്യമാണെന്നും അതിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല എന്നും തുടങ്ങിയാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം നിങ്ങളുടെ തന്നെ സംസ്ഥാന പ്രസിഡന്റ് രംഗത്ത് വന്ന് പിന്നീട് സ്ഥാനാർത്ഥിയെ നിർത്തുന്ന സാഹചര്യമുണ്ടായി. ഈ തെരഞ്ഞെടുപ്പിലേക്ക് ശക്തിയായി ഇറങ്ങുകയും ചെയ്തു. ബിജെപിക്ക്, എൻഡിഎക്ക് എന്ത് പെർഫോമൻസ് ഈ തെരഞ്ഞെടുപ്പിൽ നടത്താനാകുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഞാൻ അതിലേക്ക് വരാനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. കുറച്ചു നേരമായിട്ട് നമ്മുടെ അരുൺകുമാർ ഇവിടെ വലിയ പ്രകടനം നടത്തുന്നുണ്ടായിരുന്നു. പ്രകടനം നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കുറെ കാര്യങ്ങളൊക്കെ പിണറായി സർക്കാർ ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ട് അത് ചെയ്തു, ഇത് ചെയ്തു, അത് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ അത്ഭുതപ്പെടുകയായിരുന്നു. ഇദ്ദേഹം ഇത്രയൊക്കെ ലിസ്റ്റുകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോഴാണ് അദ്ദേഹം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഒരു കാര്യം കൂടി പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ഏതാണ്ട് അതുപോലുള്ള തള്ളുകളാണ് അദ്ദേഹം ബാക്കി മുഴുവൻ തള്ളിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം. ശ്രീ അരുൺകുമാറെ, നിങ്ങളുടെ ഒരു ധൈര്യം ഞാൻ സമ്മതിക്കുകയാണ്. നിങ്ങളുടെ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ അല്ല, നിങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ. കാരണം എത്ര തേഞ്ഞാലും വീണ്ടും ആ തള്ളിനെ വീണ്ടും കൊണ്ടുവന്ന് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക, വീണ്ടും അത് തേഞ്ഞു എന്ന് ഉറപ്പായിട്ട് തിരിച്ചു പോവുക. ഇത് എത്ര കാലം നിങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് RTI കൊടുത്തിട്ട് RTIയുടെ റിപ്ലൈ വന്നിട്ടുണ്ട്. എന്താണ്? റാങ്ക് ഒബ്റ്റൈൻഡ് ബൈ കേരള സ്റ്റേറ്റ് ഇൻ ദ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻ ദ ലാസ്റ്റ് 5 years എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തള്ളിന്റെ ബലം കാരണമാണ് അവസാനം ഈ RTI കൊടുക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുള്ളത്. അത് 18/9/2024 കൊടുത്തിട്ടുള്ള RTI ആണ്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു സ്റ്റേറ്റിനും ഈ പറയുന്ന പോലത്തെ ഒരു റാങ്കിങ് നടത്തിയിട്ടില്ല. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇത്തരത്തിലുള്ള റാങ്കിങ്ങുകളൊന്നും തന്നെ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് വളരെ ഭംഗിയായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റേറ്റുകളെ അതിന്റെ പെർഫോമൻസിനനുസരിച്ചിട്ട് ഫസ്റ്റ് ടോപ്പ് അച്ചീവേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ 3ഓ 4ഓ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് 3ാമത്തെ കാറ്റഗറിയിൽ മാത്രം പെടുന്ന ഒരു സംസ്ഥാനമായിട്ടാണ് കേരളം നിൽക്കുന്നത്. ഈ വിഷയത്തിനകത്ത്, ഈ മോശം അവസ്ഥ പരിഹരിക്കുന്ന വിഷയത്തിനകത്ത് കൊടുത്തിരിക്കുന്ന 9 കാര്യങ്ങളിൽ 7 എണ്ണം പരിഹരിച്ചു എന്നുള്ള തരത്തിൽ വന്നിട്ടുണ്ട്. 9 എണ്ണം പരിഹരിച്ചു. 16 എണ്ണം എന്തോ ഉണ്ടായിരുന്നു, അതിനകത്ത് 9 എണ്ണം പരിഹരിച്ചു. അതിൽ തന്നെ 7 എണ്ണം സിറ്റിസൺ ഓറിയന്റഡ് ആയിട്ടുള്ളതായിരുന്നു, ഗവൺമെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ളതായിരുന്നില്ല. ആ ഒരു കാര്യത്തിനെ എടുത്തുകൊണ്ട് വെച്ചിട്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത് കേരളം എത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു എലിവിഷം വാങ്ങിക്കുന്ന കട തുടങ്ങിയിട്ട് അതിന്റെ പേരിൽ തൂങ്ങിച്ചാഴേണ്ടി വന്നിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേര് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അരുൺകുമാറെ, അത്തരത്തിലുള്ള ആൾക്കാരുടെ ആത്മാവ് വരെ കുത്തിയിരുന്ന് ചിരിച്ചു പോകുന്ന സാഹചര്യത്തിലാണ് നിങ്ങൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത് മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് കേരളം എത്തി എന്ന് പറയുന്നത്. കേരളം അങ്ങനെ എത്തണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ നിലവിൽ നിങ്ങൾ ഈ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യം എത്ര തവണ ഞാൻ തന്നെ ചർച്ചയിൽ 4ാമത്തെ തവണ പറയേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പക്ഷെ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നത് വളരെ മോശമാണ്. പിന്നെ കേരള സർക്കാർ ഏതൊക്കെയോ പൈസ മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് അങ്ങ് പറയുന്നുണ്ട്. കേരള സർക്കാർ ഏറ്റവും കൂടുതൽ പൈസ മാറ്റി വെച്ചിരിക്കുന്നത് അതിന്റെ ഒരു റേറ്റ് ഓഫ് മാറ്റി വെക്കൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 റീൽസ് ഇടാൻ 39 ലക്ഷം രൂപ മാറ്റി വെച്ച് കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ മരുമോൻ മന്ത്രിക്ക് വേണ്ടിയിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ തുക കേരളത്തിൽ മാറ്റി വെച്ച് കൊടുത്തിരിക്കുന്നതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള യാഥാർത്ഥ്യം. അതും അവിടെ നിൽക്കട്ടെ. പിന്നെ ശ്രീ അനൂപ് ചോദിച്ച ചോദ്യത്തിലേക്ക്, ഈ തെരഞ്ഞെടുപ്പ് അനാവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ നിന്ന് മാറി ഈ തെരഞ്ഞെടുപ്പ് ആവശ്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷ പ്രതിനിധിക്കോ UDFന്റെ പ്രതിനിധിക്കോ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പോട്ടെ, നിങ്ങൾ നിലമ്പൂരിലുള്ള ജനങ്ങളോട് ഇറങ്ങി ഒരു സർവേ നടത്തി നോക്കുക, ഈ തെരഞ്ഞെടുപ്പ് ആവശ്യമുള്ളതാണോ അല്ലയോ എന്നുള്ള കാര്യം. എത്ര ശതമാനം ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ആവശ്യമുള്ളതാണ് എന്ന് പറയും എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ സ്വയം ഒന്ന് പരിശോധിച്ച് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ തെരഞ്ഞെടുപ്പ് ആവശ്യമുള്ളതാണോ അല്ലാത്തതാണോ എന്നുള്ള കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളെ ബോധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എന്നും ഈ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ട് സംജാതമായി എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ജനങ്ങൾക്ക് ബോധ്യം വന്നു എന്നുമാണ് ശ്രീ അരുൺകുമാർ പറയുന്ന ഇടതുപക്ഷ പ്രതിനിധി. കൃത്യമായിട്ടും ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മലപ്പുറം എന്ന് പറയുന്ന ജില്ലയിൽ നടത്തിക്കൊണ്ട് വന്നിരിക്കുന്ന ഒരു കമ്മ്യൂണൽ പൊളിറ്റിക്സിന്റെ ആഫ്റ്റർ എഫക്ട് മാത്രമാണ് ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. മുസ്ലിം ലീഗിന്റെ ഒരു സർവാധിപത്യം മലപ്പുറം ജില്ലയിലുണ്ടായിരുന്നു. UDFന്റെ ഒരു തേരോട്ടം കാലങ്ങളായിട്ട് ഒരു പർട്ടിക്കുലർ കമ്മ്യൂണൽ പൊളിറ്റിക്സ് വെച്ചിട്ട് അവരവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് SDPയും PDPയും പോലെയുള്ള സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇടതുപക്ഷം 2016 മുതൽ നടത്തിയിരിക്കുന്ന ഒരു കടന്നുകയറ്റമുണ്ട്. ആ കടന്നു കയറുമ്പോൾ തന്നെ ഇടതുപക്ഷത്തോട് എല്ലാവരും പറഞ്ഞതാണ്, നിങ്ങൾ ഇപ്പോൾ എടുത്ത് കഴുത്തിൽ ചുറ്റുന്ന
വരുന്നത് ഈ പറയുന്ന വിഷപ്പാമ്പുകളെയാണ്, നാളെ നിങ്ങളെ തിരിഞ്ഞു കുത്തുമെന്ന് അന്നേ അവരോട് പറഞ്ഞതാണ്. അന്ന് അവരത് കേട്ടില്ല. അന്ന് അവരത് കേൾക്കാതെ എടുത്ത് വെച്ചു. തീർത്തും നിരുത്തരവാദപരമായ പൊളിറ്റിക്സ്, ഇറസ്പോൺസിബിൾ പൊളിറ്റിക്സ് ആണ് കഴിഞ്ഞ 9 വർഷമായിട്ട് അവർ കാണിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ റിസൾട്ട് ആയിട്ടുണ്ടായിട്ടുള്ള അസ്വാരസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള സ്വർണ്ണക്കടത്ത്, പിന്നെ അത് പൊട്ടിക്കാൻ നടക്കുന്ന പൊട്ടിക്കൽ ടീംസ്, ഈ പൊട്ടിക്കൽ ടീംസും സ്വർണ്ണക്കടത്ത് ടീംസും തമ്മിലുള്ള പരസ്പര ശത്രുത, അതിന്റെ പേരിൽ പുറത്തുണ്ടായിരിക്കുന്ന വെടിവയ്പ് മുതൽ കാർ കൊണ്ട് ഇടിച്ച് കൊല്ലാൻ നോക്കൽ വരെയുള്ളത്. ഇതിനകത്ത് എന്താണ് പോലീസ് 1-2 കേസുകൾ പിടിച്ച പോയി പറയുന്ന അൻവർ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഉണ്ടായിരിക്കുന്ന പ്രശ്നം, അടക്കാൻ കുമാർ പറഞ്ഞത് ശരി തന്നെയാണ്, ഉണ്ടായിരിക്കുന്ന പ്രശ്നം, അതുമായിട്ട് തുടങ്ങിയിരിക്കുന്ന കുഴപ്പങ്ങൾ, ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് കൊണ്ടുവച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഗുണ്ടാ സംഘങ്ങളെ പാലൂട്ടി വളർത്തിയതിന്റെ പേരിൽ മാത്രം ഒരു ഉപതെരഞ്ഞെടുപ്പ് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നടക്കുന്നുണ്ടെങ്കിൽ ദൗർഭാഗ്യവശാൽ നമ്മുടെ സംസ്ഥാനത്തായി പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും നിങ്ങൾ നോക്കി നോക്കൂ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ പരിപൂർണമായിട്ടും ഇടതുപക്ഷം പറയുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയാണ് ഇവിടുത്തെ പ്രശ്നം എന്ന്, UDF പറയുന്നു അല്ല PDPയുടെ പിന്തുണയാണ് ഇവിടെ വിഷയം എന്ന്. UDF ഒരു വശത്ത് നിന്ന് ജമാഅത്തെ ഇസ്ലാമിയെ വൈറ്റ് വാഷ് അടിക്കുന്നു, PDP ഇടതുപക്ഷം ഒരു വശത്ത് നിന്നിട്ട് PDPയെ വൈറ്റ് വാഷ് അടിക്കുന്നു. വളരെ ഭംഗിയായിട്ട് കേരളത്തിന്റെ പൊളിറ്റിക്സിനെ ജമാഅത്തെ ഇസ്ലാമിയുടെയും PDPയുടെ തൊഴുത്തിലേക്ക് കൊണ്ടുപോയി കെട്ടി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് മാത്രം ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പൊതുജനം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നിലമ്പൂരിലെ ജനത ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ വോട്ട് ചെയ്യുവാൻ പോകുന്നത് ഈ പറയുന്ന കമ്മ്യൂണൽ പൊളിറ്റിക്സിന് കൂടി എതിരായിട്ടായിരിക്കും. തീർച്ചയായിട്ടും അവിടെ തന്നെയാണ് BJPയുടെ സാധ്യതകൾ നിലനിൽക്കുന്നത്. പക്ഷേ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ LDF-ഉം UDF-ഉം തമ്മിലാണ് മത്സരം. അവിടെ BJPക്ക് ഒരു സാധ്യതയുമില്ല, BJP ആ ചിത്രത്തിലേ ഇല്ല എന്നതാണ് ഇന്നും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയാലും പ്രതിപക്ഷ നേതാവായാലും പറയുന്നത്. BJP അവിടെ ഒരു തരത്തിലുള്ള രംഗത്തിറങ്ങുന്നതിൽ BJP വോട്ടുകൾ എങ്ങോട്ട് പോകുന്നു എന്ന ചോദ്യമാണ് സ്വാഭാവികമായും ഉയരുന്നത്. അനൂപെ, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്ത്യയിൽ മുഴുവൻ അവർ ദേശീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞ് അവർ ഇന്ത്യയിൽ മുഴുവൻ മത്സരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പിന്തുണ രാജസ്ഥാനിൽ ഇവിടെ, മധ്യപ്രദേശിൽ അവിടെ, ബീഹാറിൽ ഇപ്പുറത്ത്, UP-യിൽ അവിടെ എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടാവലുണ്ടോ? അതിനേക്കാളും കൂടുതൽ പ്രസക്തി എന്തായിരുന്നാലും ശരി തന്നെയാണ് നിലമ്പൂരില് BJPയുടെ വോട്ടുകൾക്കും BJPയുടെ രാഷ്ട്രീയത്തിനും BJP എന്ന് പറയുന്ന സംഘടനയ്ക്കും ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം 100% സത്യമാണ്. അത് നിഷേധിക്കുവാൻ വേണ്ടിയിട്ട് അവർക്ക് പോലും സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് BJPയുടെ പ്രസക്തി എന്താണ്, BJPയുടെ വോട്ട് എങ്ങോട്ട് പോകുന്നു എന്ന് ആലോചിച്ചിട്ട് CPM-ന്റെ പ്രതിനിധി അല്ലെങ്കിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കൂടുതൽ കിടന്ന് ടെൻഷൻ അടിക്കേണ്ടെന്ന കാര്യമൊന്നുമല്ല. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ ഇന്ത്യയിലെ BJPക്ക് ഏറ്റവും ദുർബലമായ സംവിധാനങ്ങളുള്ള ഒരു ജില്ലയായിരിക്കും ഒരു പക്ഷേ മലപ്പുറം ജില്ല എന്ന് പറയുന്നത്. രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോൾ, സംഘടനാപരമായിട്ടല്ല, രാഷ്ട്രീയമായി നോക്കുമ്പോൾ, രാഷ്ട്രീയത്തിന്റെ സാധ്യതകൾ നോക്കുമ്പോൾ ആ മലപ്പുറം ജില്ലയിൽ പോലും ഇന്ത്യയിലെ ഏതാണ്ട് 26-27 സംസ്ഥാനങ്ങളിൽ CPM-നുള്ളതിനേക്കാളും കൂടുതൽ പ്രസക്തി ഞങ്ങൾക്ക് അവിടെയുണ്ട്. ഇതൊക്കെ നുണ പറഞ്ഞാൽ പണ്ടൊക്കെ ഏക്കുമായിരുന്നു. സത്യം സാമർത്ഥ്യത്തെക്കാൾ സുന്ദരമാണ്. നിങ്ങൾ പറയുന്ന എല്ലാ നുണയും പൊതുസമൂഹത്തിൽ പൊളിഞ്ഞടങ്ങുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞേ, ഈ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ച് രംഗത്തെത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ മാനവവിഭവ സൂചികയിൽ BJP അംഗമായിരുന്നില്ല, സ്ഥാനാർത്ഥിയായതിനു ശേഷമാണ് BJP അംഗത്വം എടുത്തത്. അതിൽ നിങ്ങൾ ലക്ഷ്യമിടുന്ന മലയോര മേഖലയിലെ അടക്കം വോട്ടുകൾ നിങ്ങൾ ലക്ഷ്യമിടുന്നുണ്ടല്ലോ. അവിടെയാണ് അരുൺകുമാർ ചോദിക്കുന്ന ചോദ്യം പ്രസക്തമാകുന്നത്. അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു, അല്ലെങ്കിൽ എന്താണ് കേന്ദ്ര സർക്കാർ ഒരു തടസ്സമായി നിൽക്കുന്നത് എന്ന് കൃത്യമായി ജനങ്ങളെ ബോധിപ്പിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ജനങ്ങളുടെ പിന്തുണ കിട്ടും? അനൂപ്, വളരെ കൃത്യമായിട്ട് ഞാൻ അതിനകത്ത് ഉത്തരം പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുൺകുമാർ പറയുന്നത് അവിടെ എന്തോ തടസ്സം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കഴിഞ്ഞ വർഷം മാത്രം ഏതാണ്ട് 10,000-2000 പന്നികളെങ്കിലും കേരളത്തിൽ വെടിവെച്ച് കൊന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തെങ്കിലും നിയമ തടസ്സമായിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാമോ? അവര് പറയുന്നത് ഒരു ജീവിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണം അതായത് കേന്ദ്ര ഗവൺമെന്റ് എന്നാണ്. അത് നടക്കുന്ന കാര്യമല്ല. കാരണം ഇപ്പോ ഈ കുരങ്ങുകളുണ്ടല്ലോ, കുരങ്ങിനെ നമുക്ക് കേരളത്തിൽ ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിച്ചിട്ട് വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ പല ജീവികളും ഉണ്ട്. പക്ഷെ ഈ കുരങ്ങ് ഹിമാചൽ പ്രദേശിനെ സംബന്ധിച്ചിടത്തോളം അത് ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിക്കപ്പെടാവുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ആനകളെ നമുക്ക് ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിച്ച് വെടിവെച്ച് കൊല്ലാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ ചില കണ്ടീഷൻസിനകത്ത് ആ ജീവികൾ പൊതുജനത്തിന് പ്രശ്നമുണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വരെ ചെയ്യുവാനുള്ള അവകാശമുണ്ട്. അതായത് സംസ്ഥാന സർക്കാരിന് ഒരു ജീവി എന്തെങ്കിലും പ്രശ്നമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ വെടിവെച്ച് കൊല്ലുവാൻ വേണ്ടിയിട്ടുള്ള അവകാശം ആ നിയമത്തിനകത്ത് ഉണ്ട് എന്നുള്ള കാര്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ ചർച്ചകളിലായിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടതാണ്. ഇനി കേന്ദ്ര സർക്കാർ അനുവദിച്ചാൽ മാത്രമേ ഇവർക്ക് വെടിവെച്ച് കൊല്ലാൻ കഴിയൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ എങ്ങനെയാണ് ഇത്രയധികം പന്നികളെ കേരളത്തിനകത്ത് വെടിവെച്ച് കൊന്നത് എന്നുള്ള കാര്യം കൂടി പറഞ്ഞു. ഈ പന്നികളെയൊക്കെ സംസ്കരിക്കുവാൻ വേണ്ടിയിട്ടുള്ള തുക വരെ അതാത് പഞ്ചായത്തുകൾ എഴുതിയെടുത്തിട്ടുള്ള സാഹചര്യത്തിലാണ് ഇവർ പറയുന്നത് കേന്ദ്രത്തിന്റെ നിയമം ഉള്ളതുകൊണ്ട് വെടിവെച്ച് കൊല്ലാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം. നിങ്ങൾക്ക് ആ പണി അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം സമ്മതിക്കുക. അതല്ലാണ്ട് കേന്ദ്രത്തിന്റെ നിയമം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റാത്തത് എന്നൊക്കെയുള്ള തലത്തിലുള്ള ഇത്തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലുകൾ അരുൺ കുറച്ചു നേരത്തെ വളരെ കാവ്യാത്മകമായിട്ട് പറഞ്ഞല്ലോ എന്താണ് സത്യം സാമർത്ഥ്യത്തെക്കാൾ സുന്ദരമാണെന്ന്. അത് അങ്ങുകൂടി സ്വയം പറഞ്ഞ് ശീലിക്കുക. സത്യം സാമർത്ഥ്യത്തെക്കാൾ സുന്ദരമാണ്.
അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന നുണകളൊന്നും തന്നെ കേരളത്തിന്റെ പൊതുസമൂഹത്തിനിടയിൽ വില പോകുവാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കേരളം 1ാം സ്ഥാനത്തെത്തിയപ്പോൾ അതിന്റെ പേര് മാറ്റി. എന്താണ് അരുണ ഈ പറയുന്നത്? ഈ പറയുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനകത്ത് റാങ്ക് ഇടുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ താങ്കളുടെ ഈ വാദമൊന്നും നിലനിൽക്കില്ല. കേരളത്തിന് മുന്നേറ്റം സംഭവിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. കേരളത്തിന് എവിടെയാണ് മുന്നേറ്റം സംഭവിച്ചിരിക്കുന്നത്? കേരളം പുറകിൽ നിന്നിരുന്ന മാനദണ്ഡങ്ങളിൽ അല്ലെങ്കിൽ എന്താണ് പ്രശ്നങ്ങളിൽ പരിഹരിക്കുന്നതിൽ, അതായത് ഈ പറയുന്ന 3ാമത്തെ കാറ്റഗറിയിൽ പെടുന്ന സംസ്ഥാനങ്ങളുണ്ട്. ആ 3ാമത്തെ കാറ്റഗറിയിൽ പെടുന്ന സംസ്ഥാനങ്ങൾ അവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ ആ സംസ്ഥാനങ്ങൾക്കിടയിൽ, അത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 5-6 സംസ്ഥാനങ്ങളിലാണ്, ആ സംസ്ഥാനങ്ങൾക്കിടയിൽ 1ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു ക്ലാസ്സിനകത്ത് 50 റാങ്കുള്ള കുട്ടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ 40 മുതൽ 50 റാങ്ക് വരെയുള്ള കുട്ടികളുടെ പഠന വൈകല്യം സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ആ പ്രശ്നങ്ങളിൽ ആ 10 കുട്ടികൾക്കിടയിൽ 1ാം സ്ഥാനത്ത് വന്നു എന്ന് പറയുമ്പോൾ ക്ലാസ്സിൽ ഞാനാണ് 1ാം സ്ഥാനം എന്ന് പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചാടിത്തുള്ളുന്നതിന് സമാനം മാത്രമാണ് നിങ്ങളുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനകത്ത് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നുണ. കേരളം 1ാം സ്ഥാനത്താകണമെന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. കാരണം എനിക്ക് ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ട്, എന്റെ ചുറ്റുമുള്ള ഒരുപാട് പേർക്ക് ബിസിനസ് തുടങ്ങണമെന്നുണ്ട്, അവർക്ക് എല്ലാവർക്കും വ്യവസായങ്ങൾ തുടങ്ങി ഇവിടേക്ക് മുമ്പോട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ മുമ്പിൽ വന്നാൽ മാത്രമേ ഞങ്ങളെ പോലുള്ള എല്ലാവർക്കും നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടർ അതിൽ നിന്ന് ഏൺ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഒരു പരിസ്ഥിതിയിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ അങ്ങ് വീണ്ടും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എന്താണ് കശ്മീരിനകത്ത് BJP ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ നേടിയത്? നിങ്ങൾ ഞാൻ പൊതുജനം കേൾക്കാൻ വേണ്ടി നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ട് കശ്മീരിൽ ജമാഅത്തെ ഇസ്ലാമി BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചതായുള്ള ഒരു വാർത്ത എനിക്ക് കാണിച്ചു തരാമോ? അല്ല, BJP ജമാഅത്തെ ഇസ്ലാമി എടുത്ത് ജമാഅത്തെ ഇസ്ലാമി ഇവര് പറയുന്ന പോലെ തന്നെ നല്ല സംഘടനയാണ്, അടിപൊളി സംഘടനയാണ്, ഞങ്ങൾ അവരുടെ വോട്ട് വാങ്ങാൻ പോവുകയാണ് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ കാണിച്ചു തരാമോ? ജമ്മു കാശ്മീരിലെ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ജമ്മുവും കാശ്മീർ വാലിയും രണ്ട് തരത്തിലാണ് രാഷ്ട്രീയമായി ബിഹേവ് ചെയ്യുന്നത്. കശ്മീർ വാലിയിൽ BJP കുറച്ച് വീക്കാണ്. അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ BJPയുടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. ഇവരുടെ തനിഗാമിക്കെതിരെ മത്സരിച്ചു പോയ ആൾക്ക് എന്താണ് ഏതാണ്ട് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന സാഹചര്യം. അതുകൊണ്ട് അന്ന് മുതൽ പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ് എന്താണ് ഇവർക്ക് മുസ്ലിം വോട്ട് എങ്ങനെയെങ്കിലും അവരുടെ വഴിക്ക് പിടിക്കണം. അപ്പോൾ എതിർ സ്ഥാനാർത്ഥി BJP ഇപ്പോൾ കേരളത്തിൽ ഈ പറയുന്ന പോലെ തന്നെ എന്താണ് കോലി ബി എന്ന് ഇവർ പറയും, മറ്റവർ പറയും CJP എന്ന് പറയും. കാരണം BJPയുമായി സഹകരിക്കുന്നത് ഇടതുപക്ഷമാണെന്ന് UDFും, അല്ല BJPയുമായി സഹകരിക്കുന്നത് UDF ആണെന്ന് ഇടതുപക്ഷവും പറയും. എന്തിനാണ്? കാരണം മുസ്ലിം വോട്ട് ബാങ്ക് അവർക്ക് പിടിക്കാൻ വേണ്ടി. ഇതുപോലെ കശ്മീരിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ലോക്കൽ സ്ട്രാറ്റജി എടുത്തുകൊണ്ടാണ് ഇവിടെ കേരളത്തിൽ വന്നിരുന്നത് പറയുന്നത്. നിങ്ങൾ ദയവിൽ ഇത്തരം തെറ്റിദ്ധരിപ്പിക്കലിലേക്ക് പോകരുത്. ഇനി ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വിഷയങ്ങളെ കുറിച്ചിട്ട് അരുൺകുമാർ പറഞ്ഞു, സ്വാഗതാർഹമാണ്. ജമാഅത്തെ ഇസ്ലാമി അത്രയും വലിയ കുഴപ്പക്കാരാണ്, ഞാനും സമ്മതിക്കുന്നു. അപ്പൊ PDP അരുൺകുമാറെ, PDP വിശുദ്ധരായോ? അവര് പറയുന്നു ജമാഅത്തെ ഇസ്ലാമി പണ്ട് കുഴപ്പമായിരുന്നു, ഇപ്പൊ വിശുദ്ധരായി. നിങ്ങൾ പറയുന്നു PDP പണ്ട് കുഴപ്പമായിരുന്നു, ഇപ്പൊ വിശുദ്ധരായി. പക്ഷെ നിങ്ങൾ ഒരു കാര്യം കൂടി പറയണം, ലഷ്കർ ഇ തോബയുടെ സൗത്ത് ഇന്ത്യൻ കമാൻഡർ ആയിട്ടുള്ള തടിയന്റെ ഇവിടെ നസീറിനെ സംരക്ഷിച്ച് പിടിച്ചത് മുഴുവൻ മദനിയാണെന്നും ബാംഗ്ലൂരിലെ സീരിയൽ ബ്ലാസ്റ്റുകൾക്ക് ശേഷം മദനിയുടെ ഫോൺ നമ്പറിൽ നിന്ന് ഈ പറയുന്ന തടിയന്റെ ഇവിടെ നസീറിന് കോള് പോയിട്ടുണ്ടെന്നും തിരിച്ചു വന്നിട്ടുണ്ടെന്നും സൂഫിയ മദനിയുടെ ഭാര്യ ഉൾപ്പെടെ ഇദ്ദേഹത്തെ സംരക്ഷിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. ആ കേസ് ഇപ്പോഴും പെൻഡിങ്ങിലാണ് ഇന്ത്യൻ കോടതികളിൽ. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന മദനിക്ക് നിങ്ങളാണോ സ്വഭാവ സർട്ടിഫിക്കറ്റ്, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് നിങ്ങളാണോ അടിച്ചു കൊടുത്തിരിക്കുന്നത് അദ്ദേഹം വിശുദ്ധനായി എന്ന് പറഞ്ഞുകൊണ്ട്? അപ്പൊ നിങ്ങൾ അവരെ നോക്കിയിട്ട് നിങ്ങളുടെ കാലിൽ മന്തുണ്ട് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ കാലിലും മന്തുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ സമ്മതിക്കണം. അല്ലാണ്ട് വെറുതെ ഇവിടെ വന്നിരുന്ന ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തലത്തിലുള്ള രാഷ്ട്രീയം പറഞ്ഞിട്ട് പോകരുത്, അപേക്ഷയാണ്.